Hello. Electrostatics in the second session we will talk the topic Coulomb's law. Coulomb's law is the first year gravitation law, Newton's law of gravitation same first year revise two objects consider two objects in the mass m1 m2. Okay. These two objects distance ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർത്തോണം ഇവിടെ നമുക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ ഓക്കേ ആൻഡ് ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ is directly proportional to product of their masses and is inversely proportional to the square of the distance between their centers അല്ലേ അപ്പോൾ ഇത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതിയേ f proportional to m1 m2 divided by r square എന്നും f is equal to g m1 m2 divided by r square എന്നും എഴുതി ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടിയത് Newton's law of gravitation കിട്ടിയത് അല്ലേ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് മാസിന് പകരം എന്തായിരിക്കും ചാർജ് ആയിരിക്കും നമുക്ക് രണ്ട് ചാർജ് കൺസിഡർ ചെയ്യാം ഓക്കെ ഇത് ഫസ്റ്റ് ചാർജ് q1 ഇത് സെക്കൻഡ് ചാർജ് q2 ഈ q1 ഉം q2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് r എന്ന് എടുക്കാം ക്ലിയർ അപ്പോൾ ഈ രണ്ട് ചാർജസിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ നമ്മൾ എങ്ങനെ എഴുതിയേ മാസിന്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആണെന്ന് അപ്പോൾ ഇവിടെ എന്ത് എഴുതാം charge in the magnitude in the products in the proportional ആണെന്ന് എഴുതാം അപ്പോൾ f is proportional to q1 q2 ഓർക്കുക ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവും ആണെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇൻ കേസ് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോ ദിസ് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് എപ്പോഴും അട്രാക്റ്റീവ് ആവുന്നത് രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആവുമ്പോൾ അല്ലേ എപ്പോഴായിരിക്കും റിപ്പൾസീവ് ആവുന്നത് രണ്ടും സെയിം ആവുമ്പോൾ ലൈക്ക് ചാർജസ് ആവുമ്പോൾ അപ്പോൾ നമ്മൾ എഴുതി f proportional to q1 q2 ഇനി ഇവിടെ ഒബേ ചെയ്ത പോലെ തന്നെ ഇൻവേഴ്സ് സ്ക്വയറിലോ ഇതും ഒബേ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം f inversely proportional to r square അല്ലേ അപ്പം ഇത് രണ്ട് ചാർജസ് ആണ് q1 q2 രണ്ട് ചാർജസിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ് പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസിന് പ്രൊപ്പോർഷണൽ ആണ് f proportional to q1 q2 അതേപോലെ f is inversely proportional to square of the distance r between the two charges അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് f is proportional to q1 q2 divided by r square എന്ന് എഴുതാലോ അല്ലേ അപ്പം ഏകദേശം ഇവിടെ കിട്ടിയതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഗ്രാവിറ്റേഷനെ മായ്ക്കുകയാണ് ഇനി അപ്പം f proportional to അല്ലേ കിടക്കുന്നത് അപ്പോൾ proportional to മാറ്റണമെങ്കിൽ I have to multiply with a constant ഞാൻ ഇവിടെ കോൺസ്റ്റന്റ് k ആയിട്ട് എടുക്കാം അല്ലേ അപ്പോൾ f is equal to k into q1 q2 divided by r square ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ് കൂളംസ് ലോ Okay, അപ്പോൾ ഈ Coulomb's law നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും the force of attraction or repulsion between any two charges is directly proportional to the product of magnitude of their charges and inversely proportional to the square of the distance between them. Okay, അപ്പോൾ f proportional to k into q1 q2 by r square നെ ഇനി k ക്ക് വാല്യൂ വേണ്ടേ നമ്മൾ SI യൂണിറ്റിന്റെ കേസ് ആണ് പഠിക്കുന്നത് SI യൂണിറ്റിൽ k യുടെ വാല്യൂ 8.988 into 10 raised to 9 Newton meter square per coulomb square. Okay, ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും പഠിക്കേണ്ട സോ നമ്മൾ k is equal to എന്താക്കി 9 into 10 raised to 9 Newton meter square per coulomb square ആക്കി ഇത് പഠിച്ചാൽ ഓക്കെ സോ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തെടുത്ത വാല്യൂ ആണ് ഇത് അപ്പോൾ k യുടെ വാല്യൂ എത്രയാണ് 9 into 10 raised to 9 Newton meter square per coulomb square ഇനി യൂണിറ്റ് എങ്ങനെ കിട്ടിയെന്ന് പറയണം ഞാൻ ഇതിൽ പറഞ്ഞുതരാം ഇവിടുന്ന് നമുക്ക് k is equal to എന്ന് എഴുതാം f r square divided by q1 q2 എന്ന് എഴുതി കൂടെ അപ്പോൾ യൂണിറ്റ്സ് പറഞ്ഞേ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ഇനി r ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വരുമ്പോൾ മീറ്റർ സ്ക്വയർ ബൈ q1 ഉം q2 ഉം ചാർജസ് അല്ലേ കൂളംബ് ഇൻടു കൂളംബ് സ്ക്വയർ ഇങ്ങനെയാണ് അതിന്റെ യൂണിറ്റ് കിട്ടിയത് അപ്പം SI യൂണിറ്റ് ആയി അപ്പോൾ നമുക്ക് ഫോഴ്സ് f is equal to എന്ന് എഴുതാം 9 into 10 raised to 9 into q1 q2 divided by r square ഇത് എയറിനാണ് ഓക്കെ അപ്പോൾ നമ്മൾ കൂളംസ് ലോയുടെ ഇക്വേഷൻ പഠിച്ചായിരുന്നു f is equal to k into q1 q2 divided by r square അല്ലേ ഇനി നമുക്ക് ഇതിന്റെ രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിന്റെ കേസ് നോക്കാം CGS യൂണിറ്റ് എടുക്കുമ്പോഴും SI യൂണിറ്റ് എടുക്കുമ്പോഴും SI എടുക്കുമ്പോഴുള്ള കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ SI യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ k യുടെ വാല്യൂ എത്രയായിരുന്നു 9 into 10 raised to 9 Newton meter square per coulomb square.
അപ്പോൾ കേക്ക് ഒരു ഇക്വേഷൻ വേണ്ടേ, നമുക്കതിനെ 1/4π എപ്സിലോൺ 0 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ എയറിന്റെ കേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മീഡിയത്തിന്റെ അല്ല, ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. സോ കെ ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0. എപ്സിലോൺ 0 എന്ന് പറയുന്നതിനെ വിളിക്കുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിന്റെ ആണ് ഓഫ് ഫ്രീ സ്പേസ്. എന്നാൽ ഇവിടുത്തെ കേസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? CJS യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എഫിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, CJSലെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും, അതേപോലെ SIയിൽ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് രണ്ടും കൂടെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, SI യൂണിറ്റ് നമുക്ക് ആദ്യം എഴുതാം. SI എഴുതുമ്പോഴത്തേക്ക് കെയുടെ വാല്യൂ 1/4π എപ്സിലോൺ 0 ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/4π എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഫോഴ്സ് ആണ്, SI യൂണിറ്റ് ആണ്, അപ്പം ന്യൂട്ടൺ ആയിരിക്കും യൂണിറ്റ്. ഓക്കെ, അപ്പം 12th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അല്ലെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ സയൻസ് ഗ്രൂപ്പിന് ആദ്യം ഓർമ്മ വരുന്ന ലോ, കൂളംസ് ലോ ഇക്വേഷൻ ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇനി CJS എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക. കെയുടെ വാല്യൂ നമ്മൾ എത്ര പറഞ്ഞേ? 1 അല്ലെ. അപ്പൊ ഇവിടെ 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? കെക്ക് 1 ഇട്ട് കൊടുത്താൽ Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഫോഴ്സ് ആണ്. CJS യൂണിറ്റ് വരുമ്പം ഡൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കേസ് പഠിച്ചു. കൂളംസ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. CJS യൂണിറ്റ് ആണെങ്കിൽ കെയുടെ വാല്യൂ 1, എഫിന്റെ ഇക്വേഷൻ Q1 Q2 ബൈ R സ്ക്വയർ ഡൈൻ. ഇനി അതല്ല SI യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. കെയുടെ വാല്യൂ 1/4π എപ്സിലോൺ 0. എപ്സിലോൺ 0യുടെ പേര് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇക്വേഷൻ ഇടുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ R സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇത് പഠിക്കണം, മസ്റ്റ്. According to Coulomb's law, force between two charges is given by F is equal to 1/4π epsilon 0 Q1 Q2 divided by R square. അല്ലേ, എപ്സിലോൺ 0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂ വേണ്ടേ? സോ എപ്സിലോൺ 0 is equal to 8.85 into 10⁻⁻12 കൂളൂം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം എപ്സിലോൺ 0യുടെ വാല്യൂ പഠിക്കുക. എപ്സിലോൺ 0 എന്ന് വെച്ചാൽ 8.85 into 10⁻12 കൂളൂം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, 9 into 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂം സ്ക്വയർ. ഓക്കെ, ഇത്രയാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നമ്മൾ രണ്ട് ചാർജസിന്റെ കേസ് എത്ര നേരം പഠിക്കുന്നത് അല്ലേ. നമ്മൾ Q1 എന്നൊരു ചാർജ് എടുത്തു, Q2 എന്നൊരു ചാർജ് എടുത്തു. ഇവ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആയിരുന്നു അല്ലേ. നമ്മൾ ഇതിനെ വെച്ചിരിക്കുന്ന ഫ്രീ സ്പേസിലല്ലേ. ഫ്രീ സ്പേസ് വെക്കുമ്പോഴല്ലേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അതല്ല, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഏതെങ്കിലും ഒരു മീഡിയം കൊണ്ടുവരുവാണെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു മീഡിയം ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ K എന്ന് എടുക്കാം. ഡൈഇലക്ട്രിക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ. ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് എന്തെടുക്കാം? K. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താകും? ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഇൻ ദ മീഡിയം, ഇങ്ങനെ FM എന്ന് എഴുതുവാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഇൻ ദ മീഡിയം വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ബിറ്റ്വീൻ ദം ഇൻ എയർ അല്ലേ. എയറോ ഫ്രീ സ്പേസോ നേരത്തെ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ K ആയിരിക്കും. ഓക്കെ, അപ്പം FM is equal to force between the charges in the medium is given by F in air divided by K. ഇവിടുത്തെ K ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഫോഴ്സ് ഇൻ മീഡിയത്തിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/4π എപ്സിലോൺ 0 K എന്ന് എഴുതാം അല്ലെ. 1/4π എപ്സിലോൺ 0 K into Q1 Q2 divided by R square. ഇനി ഒരു കാര്യം കൂടെ, Kക്ക് നമ്മൾ ഇപ്പൊ വിളിച്ച പേര് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് അല്ലെ. അതിന് ഇനിയൊരു പേരുണ്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, അപ്പം കെയുടെ പേര് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ എപ്സിലോൺ അല്ലേ. റിലേറ്റീവ് നമുക്ക് എന്തിട്ട് കൊടുക്കാം? എപ്സിലോൺ R ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാളായിട്ട് റിലേറ്റ് ചെയ്യാനല്ലേ. അപ്പം ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആരായിരിക്കും? എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. അപ്പൊ ഇതെടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് F എന്ത് എഴുതാം? FM is equal to 1/4π എപ്സിലോൺ 0 Kക്ക് പകരം വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എപ്സിലോൺ R into Q1 Q2 divided by R square.
എപ്സിലോൺ 0 എപ്സിലോൺ ആറിന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ എഴുതിയാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? F is equal to 1/4 pi epsilon into Q1 Q2 by R square. ഇതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എ മീഡിയം. അപ്പൊ എപ്സിലോൺ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ഇത് ഏത് മീഡിയം ആണോ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനമാണ് എന്ത്? എപ്സിലോൺ. ഇനി കെ എന്ന് വെച്ചാൽ എന്തുവാ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോൺ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻസ് ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാം പഠിക്കുക. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എയർ 1/4 pi epsilon 0 Q1 Q2 by R square. ഇനി ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എ മീഡിയം ഇക്വേഷൻ 1/4 pi epsilon 0 K into Q1 Q2 by R square. അല്ലെങ്കിൽ epsilon 0 K ക്ക് പകരം എന്ത് എഴുതാം? epsilon 0 epsilon R. epsilon 0 epsilon R ന് പകരം വേണമെങ്കിൽ എന്ത് എഴുതാം? epsilon അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഓക്കെ, അപ്പൊ നമ്മൾ കൂളംസ് ലോ ആൻഡ് കൂളംസ് ലോയുടെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ വെക്ടർ ഫോം നമുക്ക് പഠിക്കാം. അപ്പൊ കൂളംസ് ലോയുടെ വെക്ടർ ഫോം പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു XY പ്ലെയിൻ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഇത് ഒറിജിനൽ. ഈ XY പ്ലെയിനിലാണ് നമ്മൾ എടുക്കുന്ന രണ്ട് ചാർജസ് ഉള്ളത്, Q1 എന്ന് പറയുന്ന ചാർജും Q2 എന്ന് പറയുന്ന ചാർജും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ Q1 നും Q2 നും പൊസിഷൻ വെക്ടേഴ്സ് വരയ്ക്കാം. ഓക്കെ, പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫസ്റ്റ് ഇയർ പഠിച്ചല്ലേ? എവിടെ നമ്മൾ വരയ്ക്കുന്നത്? ഒറിജിനിൽ അല്ലെ? അപ്പൊ ഒറിജിനിൽ നിന്നിട്ട് രണ്ടിനും പൊസിഷൻ വെക്ടേഴ്സ് വരച്ചു കൊടുത്തു. ഓക്കെ, ഇതിപ്പം രണ്ടാമത്തെ ചാർജ് അല്ലേ? സോ ഞാൻ R2 വെക്ടർ എന്നും ഇത് ഫസ്റ്റ് വൺ ആയതുകൊണ്ട് ഞാൻ R1 വെക്ടർ എന്നും എഴുതാം. ഓക്കെ, ദിസ് ഇസ് ദി പൊസിഷൻ വെക്ടർ. നമുക്ക് വെക്ടറിലെ ഡയറക്ഷൻ വെച്ച് നോക്കാം. ഇനി നമുക്ക് ഫോഴ്സ് എടുക്കണം അല്ലേ? സെക്കൻഡ് കാരണം ഫസ്റ്റിലും ഫോഴ്സ് വരും, ഫസ്റ്റ് കാരണം സെക്കൻഡിലും ഫോഴ്സ് വരും. ഞാൻ അതിനെ എഴുതുന്ന രീതി പറയാം. F12 വെക്ടർ അല്ലെങ്കിൽ F21 വെക്ടർ. നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, F12 വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ഓക്കെ, ഞാൻ ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് Q1 ഡ്യൂ ടു Q2. അതാണ് F12 ന്റെ മീനിങ്. F21 എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഓൺ 2 അല്ല, ആദ്യം ഇപ്പൊ 2 Q2 ഡ്യൂ ടു Q1. ഓക്കെ, അപ്പൊ F12 എന്ന് പറയുന്നത് എന്തുവാണ്? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 അല്ലെ? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ടല്ലേ വരയ്ക്കുന്നത്. അപ്പം ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 കാരണം വരുന്ന ഫോഴ്സ് നമുക്ക് ഈ ഡയറക്ഷനിലോട്ട് വരയ്ക്കാം, F12 വെക്ടർ. ഓക്കെ, ഇനി അടുത്തത് F21 വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു Q1 അല്ലേ? അപ്പൊ Q1 കാരണം Q2ലോട്ട് വരുന്ന ഫോഴ്സ് നമുക്ക് ഈ ഡയറക്ഷനിൽ വരയ്ക്കാം. സോ ദിസ് ഇസ് F21 വെക്ടർ. വെക്ടേഴ്സ് മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇവർ രണ്ടുപേര് നമ്മളുടെ ഒരു ഡിസ്റ്റൻസ്, അത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് ആറെന്ന് എടുക്കാം അല്ലെ? പക്ഷെ വെക്ടർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. ശ്രദ്ധിക്കണേ, F12 വെക്ടർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 അല്ലേ? അപ്പൊ Q2 നിന്നല്ലേ അങ്ങോട്ട് പോകണ്ടേ? അപ്പൊ ഞാൻ അങ്ങോട്ടുള്ള വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? R2 1 അല്ലേ? അപ്പൊ R21 എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് R21 വെക്ടർ. ഇനി അടുത്തത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്ന് പറയുമ്പോൾ 2ൽ 1 കാരണം വരുന്നില്ലേ? അപ്പൊ 1ൽ നിന്നല്ലേ ഫോഴ്സ് വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് അവിടെ നിന്നല്ലേ മെഷർ ചെയ്യണ്ടേ? സോ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? R12 വെക്ടർ എന്ന് എഴുതാം. ശ്രദ്ധിക്കണേ, R12 വെക്ടർ ആണെങ്കിലും R21 വെക്ടർ ആണെങ്കിലും രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം, ഡയറക്ഷൻ സെയിം അല്ല. ഓക്കെ, ഒരെണ്ണം വരുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത് പോകുന്നത് അല്ലെ? അപ്പൊ R12 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും R21 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും എന്താണ്? സെയിം ആണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് വെക്ടർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ശ്രദ്ധിക്കും. അപ്പം F12 വെക്ടർ is equal, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാ? 1/4 pi epsilon 0 into Q1 Q2 divided by R square എന്നല്ലേ? അപ്പം F12 എടുക്കുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് എവിടുന്ന എടുക്കുന്നത്? ഫ്രം 2. അപ്പൊ ഡിസ്റ്റൻസ് ഏതാണ്? R21 അല്ലെ? അപ്പം R21 വെക്ടർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഇനി വെക്ടർ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ വേണം. അപ്പൊ ഇവിടുത്തെ ഡയറക്ഷനെ ഇവിടുത്തെ ഒരു യൂണിറ്റ് വെക്ടർ വെച്ച് റെപ്രസെന്റ് ചെയ്യാലോ. സോ ഇറ്റ് ഈസ് R21 ക്യാപ്. ഓക്കെ, അപ്പൊ F12 വെക്ടർ is equal നമ്മൾ എങ്ങനെ എഴുതിയേ? 1/4 pi epsilon 0 into Q1 Q2 divided by R സ്ക്വയറിന് പകരം R21 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ into R21 ക്യാപ്. അപ്പൊ ഇത് എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് പറഞ്ഞേ? 1/4 pi epsilon 0 into
Q1 Q2 divided by മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ എടുക്കണ്ടേ? എവിടെ നിന്ന് എങ്ങോട്ട്? F21 ഡ്യൂ ടു 1. അപ്പൊ 1 നിന്ന് വരുന്ന ഡിസ്റ്റൻസ് R12. സോ R12 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ. അപ്പൊ ഡയറക്ഷൻ എടുക്കുമ്പോഴത്തേക്കോ ആ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ എടുക്കണ്ടേ? R12 ക്യാപ്. R12 ക്യാപ്. അപ്പൊ ഇതാണ് വെക്ടർ ഫോം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വെക്ടർ ഫോം പഠിക്കണം. തീർന്നിട്ടില്ല, ഇതിന്റെ വേറൊരു ഫോമാറ്റും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ വെക്ടർ ഇക്വേഷൻസ് എന്തുവാന്ന് എഴുതാം. F12 വെക്ടർ is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R21 vector square into R21 cap. ഇതെല്ലാമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേ, യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം R21 ക്യാപ്പ് ആന്നിരിക്കട്ടെ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പം R21 വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21 വെക്ടർ. ഇതല്ലേ യൂണിറ്റ് വെക്ടർ. അപ്പൊ അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? F12 വെക്ടർ is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R21 വെക്ടർ സ്ക്വയർ into യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്ത് എഴുതും? R21 വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21 വെക്ടർ അല്ലേ? സ്ക്വയർ ഇൻറ്റു ഒരു നമ്പർ അല്ലേ, ഇതിന്റെ പവർ 1 അല്ല. അപ്പൊ 2 1 ആകുമ്പോഴത്തേക്ക് എന്തായി? 3. സോ നമുക്ക് എന്ത് എഴുതാം? F12 വെക്ടർ is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആവും. അപ്പൊ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് R21 വെക്ടർ ക്യൂബ് ഇൻറ്റു R21 വെക്ടർ. ഇതാണ് വെക്ടർ ഫോം. ഓക്കെ, ഇത് F12 അല്ലേ? അപ്പൊ F21 എന്തുമായിരിക്കും? F21 vector is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R12 vector square into R12 cap. അപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം F21 vector is equal to എന്ത് കിട്ടും? 1 by 4 pi epsilon 0 into Q1 Q2 divided by R12 vector square into R12 vector by R12 vectors magnitude. അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? F21 vector is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R12 vector cube into R12 vector. ഇതാണ് വെക്ടർ ഫോം. ഓക്കെ, ഇനി ഇത് ഡീറ്റെയിൽഡ് ഫോം ആണ്. സിമ്പിൾ മെത്തേഡ് എന്ന് പറയാനൊന്നുമില്ല, ടഫ് തന്നെയാണ്. അപ്പോൾ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ F12 vector is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by നമ്മൾ നേരത്തെ R12 R21 എന്ന് എഴുതിയില്ലേ, അതൊന്നുമില്ല. അതെങ്ങനെ എഴുതാം? R2 സ്ക്വയർ. പിന്നെ F12 ആയതുകൊണ്ട് ക്യാപ്പിനെ എങ്ങനെ എഴുതും? R21 ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അപ്പുറത്ത് എങ്ങനെ എഴുതാൻ പറ്റും? F21 vector is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R square into R12 ക്യാപ്പ്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഈ ഇക്വേഷൻസ് ആണ്. മറക്കല്ലേ, ക്യൂബ് വരുന്ന ഇക്വേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. നല്ലപോലെ പഠിക്കുക.